ആ സുഷ്മ, നീ എനിക്ക് അയച്ച മെയിലില്ലേ, അതിനകത്ത് കുറേ റിപ്പീറ്റേഷൻ ഉണ്ടല്ലോ. ശരിയാക്കാന്നാ? അത് കൊള്ളാല്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞോണ്ടല്ലേ നീ അറിഞ്ഞത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുമായിരുന്നാ? അല്ലേ അങ്ങനെ തന്നെ അങ്ങോട്ട് അത് ഫോർവേഡ് ചെയ്യുമായിരുന്നു അല്ലേ? ഈ സോറി പറഞ്ഞ എന്താ കാര്യം എന്നേ? ചെയ്യേണ്ട ജോലി മര്യാദക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കുക, ശ്രദ്ധിച്ച്. ശരി, മേലെ ആവർത്തിക്കല്ലേ. അമ്മ എന്തിനാ ആ സുഷമാൻ്റെ അടുത്ത് റൂഡായിട്ട് സംസാരിക്കണം? സുഷ്മേൻ്റെ ഫ്രണ്ട് തന്നെയാണ്, പക്ഷെ ഞാനേ അവിടുത്തെ മാനേജറും കൂടിയാണ്. അമ്മ രാവിലെ തൊട്ട് മൂഡ് ഓഫ് ആണല്ലേ? മോനിങ്ങനെയൊക്കെ കാണിക്കുക അമ്മ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അമ്മ അമ്മ എന്ത് അച്ഛൻ വിളിച്ചിട്ട് എടുക്കണില്ല. റിങ് ചെയ്ത് നിൽക്കണ്. സാറിനെ ഞാൻ വിളിച്ച അച്ഛൻ എടുക്കണയാണ്. നിന്റെ അച്ഛൻ ഫോൺ എടുക്കണില്ലെങ്കിൽ ഞാനെന്ത് വേണം? എന്നാ പിന്നെ അമ്മയ്ക്കൊന്ന് വിളിച്ചു പോയിക്കൂടെ? നിനക്ക് വേണമെങ്കിൽ നീ വിളിക്ക്, ഇറങ്ങിപ്പോയതല്ലേ ഇവിടുന്ന്. എന്നാ പിന്നെ എല്ലാവരെയും വാശിയും വെച്ചോണ്ടി. എന്താ ഇവിടെ നീ വല്ലതും കഴിച്ചാ? ഒന്നും കഴിയണമല്ലേ, ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മുമ്പ് നടക്ക്. എന്ത് പാടി കൊച്ചേ, ഞാനവിടെ ഒന്ന് കിടക്കുവായിരുന്നേ, പിടിച്ച് വലിച്ചോണ്ട് വരുന്നു. കിടക്കുവായിരുന്നു അവിടെ. എന്താണ് എല്ലാവരും കൂടെ മുഖം വലിച്ചു കയറ്റി വെച്ചോണ്ടിരിക്കണത്? പോയതുപോലെ തിരിച്ചു വരും, അല്ലാതെ എന്തോ പറയാൻ. അല്ലേ പിന്നെ അമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. എന്തോന്ന് വെച്ചാൽ നീ പറയണേ? ഞാൻ ലീവ് എടുത്തിട്ട് നിന്റെ അച്ഛൻ്റെ പുറകെ പോകാനല്ലേ? കൊള്ളാം. എൻ്റെ അച്ഛൻ ഓരോന്നൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയായിരുന്നു, അതിനൊപ്പം ഞാൻ കൂട്ടുനിന്ന്. അതിനെയാണ് ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കണത്. ഇപ്പം ഞാൻ ലീവ് എടുത്ത് കൂട്ടാൻ പോയെന്നിരിക്കട്ടെ, അവിടെ നിന്ന് അപ്പം വേഗം കെട്ടി എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. എൻ്റെ അച്ഛൻ്റെ പുറകെ ഓടുന്ന വണ്ടിയൊന്നുമല്ല ഞാൻ. ഒന്ന് നിർത്തുമോളെ, അവൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ പോകുന്നത്. ഇത്രയും സഹിക്കാമെങ്കിൽ ഇനിയും സഹിക്കാം. എന്നാൽ സഹിക്കില്ല എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, പുറകെ ഓടാൻ വയ്യമ്മ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഓ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലേ ഞാനൊരു അഭിപ്രായം പറയാൻ വന്നില്ല. ഞാനൊന്ന് പോയി കിടക്കട്ടെ. മുമ്മ അവിടെ ഇരിയാ മുമ്മേ. എല്ലാവരും ഇങ്ങനെ ദേഷ്യം പിടിച്ച് പോയിക്കാൻ എങ്ങനെ ശരിയാവും? ഇപ്പം ആര് ദേഷ്യം കാണിച്ചാലും ദേഷ്യം കാണിച്ചില്ലെങ്കിലും ചിലരിങ്ങനെ പോവും. 6 60. എല്ലാവരും കൂടെ അറിയിച്ച് നാണം കിടണ്ട. ആ, എന്തായാലും ഞാനങ്ങ് വീട്ടിൽ പോകാൻ പോവുക. എനിക്ക് അയ്യോ അല്ല അമ്മൂമ്മ ഇപ്പം ഇറങ്ങി കഴിഞ്ഞാൽ ബസ്സിനാണെങ്കിലും ട്രെയിനിലാണെങ്കിലും അങ്ങ് എത്തുമ്പോൾ നൈറ്റ് ആവില്ല. ഓ, അതൊന്നും കുഴപ്പമില്ല. അവിടെ ചെന്ന് രാത്രി ആയാലും കുഴപ്പമില്ല. സുരേന്ദ്രനെ വിളിച്ചാൽ മതി, അവൻ എന്നെ ഒന്ന് കൊണ്ടുപോയിക്കോളൂ. മുമ്മയ്ക്ക് എന്താ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോവാ. അമ്മൂമ്മ ഇവിടെ നില്ലേ, അപ്പൊ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, നമുക്ക് അറിയാലോ. മുമ്മ ഇവിടെ നിൽക്കുവാണെങ്കിൽ അച്ഛൻ വരും, ഉറപ്പാ. എന്തായാലും അവൻ മരുവോ പോവോ എന്തേലും ചെയ്യട്ടെ. എന്തായാലും ഞാൻ പോവുക. അമ്മ വെറുതെ വാശി കാണിക്കല്ലേ. അമ്മ ഇപ്പോൾ അകത്തോയി കിടക്ക്, ചെല്ല്. പോണ ആരുമല്ലേ, അത് ഞാൻ പറയാം. അമ്മ എന്ത് പറഞ്ഞാലും അമ്മൂമ്മ കേൾക്കുമല്ലേ? പക്ഷെ അമ്മയുടെ അമ്മ തലതിരിച്ചേ കേൾക്കുള്ളൂ. കട്ടക്കലിപ്പ ഉറപ്പല്ലേ? അച്ഛനാണ് അച്ഛൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.